ഹലോ ഫ്രണ്ട്സ്, സിജോ മാത്യു ആണ്. അപ്പോൾ ഞാൻ ഇന്നുള്ളത് മലയാറ്റൂരാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മലയാറ്റൂരെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മിസ് ചെയ്യല്ലേ, സ്റ്റേ ട്യൂൺ. ഇപ്പം നിൽക്കുന്ന മലയാറ്റൂർ അടിവാരത്തിലാണ്. അടിവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന തടാകമാണ് നക്ഷത്ര തടാകം എന്ന് പറയുന്നത്. ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ 10-20,000 സ്റ്റാറൊക്കെ കത്തിച്ച് ഇവിടെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും ഇവിടെ എല്ലാം കാണാൻ വേണ്ടി. അടിപൊളി സ്ഥലമാണ്. അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ ഇപ്പോൾ അടിവാരത്ത് നിൽക്കുക. ഞാൻ ഇനി അവിടെ ആ മലയൊന്ന് കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളെ അത് കാണിക്കാം. എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ വരാത്ത ആൾക്കാർ കേട്ടോ. ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് കുറേ സിനിമയ്ക്കകത്ത് ലൊക്കേഷനായിട്ട് വന്നിട്ടുള്ള സ്ഥലമാണ്. അങ്കമാലി ഡയറീസ് അങ്ങനെയുള്ള കുറേ സിനിമകളിൽ വന്നിട്ടുണ്ട്. അപ്പം വേറെ ഏതെങ്കിലുമൊക്കെ എനിക്കറിയാത്ത സിനിമകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ശരിയില്ല, ഞാൻ എൻ്റെ മേലോട്ട് കയറുക കേട്ടോ. അയ്യോ, കുറേ നാളിവിടെ വന്നാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ടോ ഇതിൻ്റെ മണ്ടയ്ക്ക്, മലയുടെ മണ്ടയ്ക്ക് കയറുന്നത്. നമുക്ക് കയറി നോക്കാം. തോമസിനെ നമ്മുടെ ഇവിടെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ പൊന്നുംകുരിശ് മുത്തപ്പൻ എന്നാണ്. AD 52 കൊടുങ്ങല്ലൂർ വന്നിട്ട് അദ്ദേഹം മലങ്കരയിലോട്ട് പോകുന്ന മധ്യേ ഇവിടെ കുറേ ആളുകൾ പുള്ളിക്കാരനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മലയിൽ വന്നിരുന്നു എന്നൊക്കെയാണ് ചരിത്രം. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ പകുതി സ്ഥലത്തായി. ഇനിയും ഭയങ്കരമായിട്ടുള്ള കല്ലും കയറ്റമുള്ള സ്ഥലം. നല്ല എന്താ പറയുന്നത്, നല്ല ക്ഷമയും പ്രാർത്ഥനയോടുമൊക്കെ പോയാലേ നമുക്ക് ഈ കയറ്റമൊക്കെ സിമ്പിളായിട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ. എല്ലാ ആൾക്കാരും ഓരോ പർപ്പസിന് വേണ്ടിയാണ് ഈ മല കയറുന്നത്. ഓരോ സീസണിലും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ വന്ന് ഈ മലയിൽ കയറാറുണ്ട്. നമ്മുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സെറ്റപ്പ് ആവട്ടെ. ഞാൻ 2-3 വർഷമായി യൂട്യൂബ് ചാനലൊക്കെ കാര്യം നമുക്ക് നല്ല യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടി ഫണ്ട് വേണ്ടേ. അപ്പോൾ അതാട്ടെ നമ്മുടെ പ്രാർത്ഥന വിഷയം. ഞാൻ ആ നക്ഷത്ര തടാകത്തിൻ്റെ ചുറ്റും ഒരു 5-6 കിലോമീറ്റർ നടന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ മല കയറുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഓക്കെ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ാണ് ഗൈസ്, ഓരോ ആൾക്കാരും ചുമ്മിയാണ് മെപ്പോട്ട് സാധനങ്ങൾ കൊണ്ടുവന്നത്. അവിടെയുള്ള കടകളിലേക്ക് ഇതുപോലെ ചുമ്മി സാധനങ്ങൾ കൊണ്ടുവന്നത് ഭയങ്കര പാടാണ്. തിരി കത്തിക്കാനും
വെള്ളം കുടിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല എഫേർട്ട് എടുത്താലേ നമുക്ക് മുകളിൽ കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഈ തോമാസ് ലീഹയെക്കുറിച്ച് അറിയാത്തവരുണ്ട്, ഞാൻ പറയാം. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ് കേട്ടോ. ഈ തോമാസ് ലീഹയാണ് ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ വന്ന ആൾ. തിക്ക് ഫോറസ്റ്റാണ് കേട്ടോ. ഇത് കാട്ടിലെ സൗണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത്രയും മേലോട്ട് കയറണം. ഇനി എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. ഇനി ഒരു കയറ്റങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കാം എത്ര കയറണമെന്ന്. നമ്മളിപ്പം 13 കുരിശടി വരെ വന്നു കേട്ടോ. കണ്ടോ, 13 കുരിശടിയായി നമ്മളിപ്പോൾ. അയ്യോ, ബ്രീത്ത് ചെയ്യാൻ വയ്യ. ചെടികളിൽ ഓരോ നിയോഗങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ചിട്ടാണ് ഓരോ ഭക്തജനങ്ങളും ഇവിടോട്ട് കയറി പോകുന്നത് കേട്ടോ. എനിക്കിതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റേറ്റിൽ പോയെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ ആൾക്കാരും ഇവിടുത്തെ വരുന്ന തീർത്ഥാടകരെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല സ്റ്റാമിന ഉണ്ടെങ്കിൽ നമുക്ക് ഈ കയറ്റമൊക്കെ കയറി വരാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് കയറി എല്ലാം ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് ഈ പൊടിയൊക്കെ ഇച്ചിരി അലർജി ആയതാണ്. നല്ല ബ്രീത്തിങ് പ്രോബ്ലം വന്നായിരുന്നു. പക്ഷെ നല്ലൊരു പോസിറ്റീവ് വൈബുള്ള സ്ഥലമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം. ആനകുത്തിയ പള്ളി. നമ്മളങ്ങനെ മേളിൽ കയറി. ഇവിടുന്ന് ഒരു വ്യൂ കണ്ടോ, വെട്ടിച്ചില്ലം വ്യൂ, അടിപൊളി വ്യൂ. ഞാൻ കാണിക്കാമേ. സ്ഥലമാണ്. കുറേ നേരം നോക്കണം സ്ഥലം. ദൂരെ ഒരു പള്ളിയൊക്കെ കാണാം, ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ, അവിടെ ഒരു വെളുത്ത പൊട്ട് പോലെ, അതൊരു പള്ളിയാണ്. പൊന്നും കുരിശ് എന്ന് പറയുന്നത് കേട്ടോ. ഒത്തിരി ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ ആവശ്യങ്ങൾക്കായിട്ട്. അവരുടെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഇവിടെ വലിയൊരു കൊടിമരമുണ്ട്. അതുപോലെ തന്നെ അതാണ് തോമാസ് സ്ലീഹയുടെ പാദ സ്പർശമേറ്റ പാറ എന്ന് പറയുന്നത്. നമുക്കത് പോയി നോക്കാം. വിശുദ്ധ തോമാസ് സ്ലീഹയുടെ പാദമുദ്രയേറ്റ വിശുദ്ധമായിട്ടുള്ള സ്ഥലമാണ്. കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദയവായി ക്ലാസ്സിലൊന്നും എഴുതരുതെന്ന്. നമുക്കപ്പോൾ ഒന്ന് നോക്കാം. കണ്ടോ, മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കാലിൻ്റെ പാദമുദ്ര ഏറ്റെന്ന് പറഞ്ഞ സ്ഥലം. നമ്മളങ്ങനെ മല ഇറങ്ങുകയാണ് കേട്ടോ. അവിടുത്തെ എല്ലാ കാഴ്ചകളും ഒക്കെ കണ്ടു.
നല്ല ഫീലുണ്ടായിരുന്നു, നല്ല പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി പോകാം. ഇനി അവിടെ താഴെ അടിവാരത്തിൽ നിന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ അടിവാരമൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുക കേട്ടോ. സോറി, മല കയറിയിട്ട് അടിവാരത്ത് വന്നിരിക്കുക കേട്ടോ. ഇവിടെ കിട്ടുന്നൊരു ജീരക സോഡയുണ്ട്, അതൊക്കെ കുടിച്ചിട്ട് വെള്ളമൊക്കെ കഴിച്ച് ഇവിടെ വന്നിരിക്കുക. ഇനി കുറച്ച് കഴിയുമ്പോൾ ക്ഷീണമൊക്കെ ഒന്ന് മാറുമ്പോൾ പോകണം. കാലിലൊക്കെ നല്ലവണ്ണം മസിൽ കയറി പെയിനുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഇച്ചിരി കഴിയുമ്പോൾ മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.